ബ്രെഡും മുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാട്ടോ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഞാനിവിടെ 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇതുപോലെ ചെറിയ പീസായിട്ട് ഇങ്ങനെ പിച്ചിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം പിച്ചിയിട്ട് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 3 മുട്ടയാണ് പിന്നെ വേണ്ടത്. അപ്പോൾ 3 മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് പാൽ ആദ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ബ്രെഡിൻ്റെ വലുപ്പത്തിനും ഒക്കെ അനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ 1 കപ്പ് എന്തായാലും വേണ്ടി വരും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. നന്നായിട്ട് സോക്കാവുന്ന രീതിയിൽ പാലുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു 1/2 കപ്പ് കൂടെ വേണ്ടി വരും, എന്നാലേ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു 6 സ്ലൈസ് ബ്രെഡൊക്കെ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് തന്നെ പാൽ മതിയാവും. അപ്പോൾ ഇത് 7 സ്ലൈസ് ഉണ്ട്. അതേപോലെ തന്നെ കുഴപ്പമില്ലാത്ത ഒരു മീഡിയം സൈസിലുള്ള ബ്രെഡുമാണ്. അപ്പോൾ ബ്രെഡിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചാണ് പാൽ ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് പാൽ ചേർത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ, 1/2 കപ്പ് പാൽ ഇതിലേക്ക്. പിന്നെ അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. 1/2 ടീസ്പൂണ്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ബ്രെഡിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബ്രെഡിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒറിഗാനോ ഞാനൊന്ന് കുറച്ച് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്തോളൂ. ഒരു പിസ്സയുടെ ഒരു ഫ്ലേവറും കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒറിഗാനോ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒക്കെ നന്നായിട്ട് അത് ബ്രെഡിൽ സോക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് കോരി ഒഴിക്കുകയും വേണം, എന്നാൽ ഒരുപാട് അങ്ങ് ലൂസാവുകയും ചെയ്തു. ഒരുപാട് അങ്ങ് ലൂസായാൽ ഇത് സെറ്റായി കിട്ടില്ല. നമ്മളിത് പോളയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് ലൂസാവുകയും ചെയ്യരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ എടുക്കുക. പാനിലേക്ക് ഓയിലോ ബട്ടറോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓയിലാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു പാനിൽ ചുറ്റും ആ ഒരു ഓയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ബാറ്ററിൻ്റെ പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു ഒട്ടലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ബാക്കി കുറച്ച് ഐറ്റംസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനിവിടെ ബീഫാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ അതും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ബീഫ് ഞാൻ ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സവാള മാത്രം ചെറുതായിട്ട് അരിഞ്ഞത് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തക്കാളിയൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇത് ചീസ് ഉണ്ടല്ലോ, സ്ലൈസ്ഡ് ചീസ് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോസറല്ല ചീസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ സ്ലൈസ്ഡ് ചീസാണ് എടുത്തത്. 2 കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയൊരു പാനാണ്. നിങ്ങൾക്ക് വീതിയുള്ള പാനിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കറക്റ്റ് ലെവലാക്കി എടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റൊക്കെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കരിയൊന്ന് പേടിയുണ്ടെങ്കിൽ അടിയിലൊരു പാത്രം വെക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് ഒരു വേറെ മുകൾ ഭാഗം കൂടെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എടുത്ത സമയത്ത് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അടിയിൽ പാൻ വെക്കണം എന്നുണ്ടെങ്കിൽ കരിന്ന് പേടിയുണ്ടെങ്കിൽ എന്തായാലും പാൻ വെക്കട്ടോ. കാണാൻ ലുക്കില്ല എന്നുള്ളൂ, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം. നമ്മൾക്ക് പോളൊക്കെ കഴിക്കുന്ന പോലെയാണ്, പക്ഷേ ഇതൊരു പിസ്സയുടെ ഒരു ടേസ്റ്റും കൂടെ വരുന്നുണ്ട്. ചീസും അതുപോലെ ഒറിഗാനൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ആ ഒരു പിസ്സയുടെ ഒരു ഫ്ലേവറും കൂടെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടമാവും. കുട്ടികൾക്കായാലും വലിയവർക്കാരൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുതേ. താങ്ക്